മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രം ഇടത്തോട്ട് ചായുമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുന്നേറ്റം നേടാൻ കഴിയും. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി കുമരംപുത്തൂരിലെത്തിയതായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയും ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം കേരളത്തിൽ LDFന് നേട്ടമാകും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFൽ ജനങ്ങൾക്ക് അന്ധമായ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ഏതാണ്ട് അസ്തമിച്ച സ്ഥിതിയാണ്. വലിയ തോതിൽ UDFും വലതുപക്ഷ രാഷ്ട്രീയ ചേരിയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും വിജയരാഘവൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതീക്ഷ UDFൽ നിന്ന് കുറേ നന്മയുണ്ടാവുന്നേ, അത് പൂർണ്ണമായും അബദ്ധമായി എന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരിക്കലും സമൂഹ താല്പര്യത്തിനോ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കോ സാധാരണ മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്കോ സഹായകരമായ രൂപത്തിൽ പാർലമെന്റിനകത്ത് ഒരിടപെടലും നടത്താൻ UDF MPമാർക്ക് സാധിച്ചില്ല എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര BJP നടത്തുന്ന പരിശ്രമങ്ങളോട് സഹകരിക്കുന്ന സമീപനമാണ് UDF. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിശബ്ദത പാലിക്കണം. ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കടുത്ത കടന്നാക്രമണം നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിലും കൂടുതലായിട്ടുണ്ടാവണം. അലനല്ലൂരിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. എടത്തനാട്ടുകര, തിരുവിഴാംകുന്ന്, കച്ചേരിപ്പടി, കോട്ടോപ്പാടം, കല്യാണക്കാപ്പ്, ആവണക്കുന്ന്, അരിയൂർ തുടങ്ങിയ മേഖലകളിൽ പര്യടനവും നടത്തി. P. മനോമോഹനൻ, അയിലക്കര മുഹമ്മദ് അലി, AK അബ്ദുൽ അസീസ്, A. കുമാരൻ, SR ഹബീബുള്ള, കുത്തനിയിൽ ഖാദർ തുടങ്ങിയവർ കുമരംപുത്തൂരിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.